നമസ്കാരം. ധനു സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് എൽഡിക്കൾക്ക് കന്നഡ, മലയാളം, നോയിങ്, NCST വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നടന്ന എക്സാമിൻ്റെ ആൻസർ കീയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 105/2016 2016 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിൻ്റെ കൂടെ തന്നെ 103 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 103/16 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കന്നഡ പാർട്ട് മാറ്റിയിട്ട് മാത്രമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? മനുഷ്യശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ വില്യം ഹാർവി. രക്തചംക്രമണം കണ്ടുപിടിച്ചത് ആരാണ്? അതായത് രക്തം ഹൃദയം സ്പന്ദിക്കുന്നത് മൂലം രക്തം രക്തക്കുഴലിലൂടെ സഞ്ചരിക്കുന്നു. അത് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹാർവിയാണ് അല്ലേ. രക്തപരിസഞ്ചരണം രക്തചംക്രമണം ആദ്യമേ കണ്ടുപിടിച്ചത് വില്യം ഹാർവി എന്ന ഇംഗ്ലീഷുകാരനാണ് അല്ലേ. അതായത് രക്തം ഹൃദയം സ്പന്ദിക്കുന്നത് മൂലമാണ് രക്തം രക്തക്കുഴലുകളിലൂടെ സഞ്ചരിക്കുന്നത് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. അപ്പോൾ 4 തരത്തിലുള്ള രക്തഗ്രൂപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എ ബി ആൻഡ് O ഗ്രൂപ്പ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വൺ. സോ മനുഷ്യശരീരത്തിലെ രക്തചംക്രമണം കണ്ടുപിടിച്ചതാരാണ്? രക്തചംക്രമണം മീൻസ് രക്തം ഒഴുകുന്ന അവസ്ഥ, അത് കണ്ടുപിടിച്ചതാരാണ്? വില്യം ഹാർവിയാണ്. ഇനി ബ്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് ഒരു ഡാഷാണ്. ബാക്ടീരിയ ആണ്, ലൈക്കനാണ്, ചെടിയാണ്, ഫംഗസാണ്? ആൻസർ ഫംഗസുകളാണ്. ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് അതായത് ബേക്കിംഗ് ആൻഡ് ബ്രൂയിങ് വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവിയാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബേക്കിംഗ് ആൻഡ് ബ്രൂവിങ് എന്ന് പറയും. ബ്രൂവിങ് വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവിയാണ് ഈസ്റ്റ്. ഈസ്റ്റിൻ്റെ അവായ ശ്വസനം വഴി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും എഥനോളുമാണ് വ്യവസായത്തിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ചീസും ബട്ടറും യോഗർട്ടൊക്കെ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? ഈസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ബിവറേജിൽ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവിയും ഈസ്റ്റാണ്. ബേക്കറികളിലൊക്കെ ഉപയോഗിക്കുന്ന സൂക്ഷ്മജീവി ആര് തന്നെയാണ്? ഈസ്റ്റാണ്. ഇവിടെ ബ്രെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഒരു ഫംഗസ് ആണെന്ന് പറയാം കേട്ടോ. ഈസ്റ്റ് ഒരു ഫംഗസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ്? ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്നത് ഏത് ഭാഗത്തെയാണ്? ഡിഫ്തീരിയ ഏതാണ്? തൊണ്ടയാണ് ബാധിക്കുക. ഡിഫ്തീരിയ എന്ന രോഗം തൊണ്ടയാണ് ബാധിക്കുക. ഇനി ശ്വാസകോശം കിടപ്പല്ലേ. ശ്വാസകോശം എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ വരാം? അതായത് സാർസ് രോഗം, സിലിക്കോസിസ് രോഗം, ക്ഷയം, ടൈഫോയിഡ് കുടലാണ് കേട്ടോ. ടൈഫോയിഡ് ഇവിടെ വരുന്നത് കുടലിലാണ് ടൈഫോയിഡ് കണ്ടിട്ടില്ലേ? ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ ടൈഫോയിഡ് കുടലാണ്. ഡിഫ്തീരിയ തൊണ്ട, കുടലെവിടെയാണ്? കുടലിൻ്റെ ഏതാണ്? ടൈഫോയിഡ് വരും. ശ്വാസകോശം വരുമ്പോൾ ബ്രോങ്കൈറ്റിസും സാർസ് രോഗവും സിലിക്കോസിസ് ക്ഷയം നമുക്ക് വേഗം എഴുതാൻ പറ്റും അല്ലേ. സാർസ് രോഗമുണ്ട്, അതുപോലെ ബ്രോങ്കൈറ്റിസും സിലിക്കോസിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫ്തീരിയ എന്ന രോഗം ബാധിക്കുന്ന എവിടെയാണ്? തൊണ്ടയാണ്. കുടലിൻ്റെ ഭാഗം എന്താണ്? ടൈഫോയിഡ് രോഗം ബാധിക്കുന്നത് കുടലിനെയാണ് അല്ലേ. അതുപോലെ ബ്രോങ്കൈറ്റിസും സാർസും ക്ഷയവും ഒക്കെ എന്താണ്? ശ്വാസകോശം അല്ലേ. സാർസ് രോഗം ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ഇനി ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? ആൻസർ ഏതാണ്? ഇരുമ്പാണ് ചീരയിലയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ചീരയിലയിൽ ഏറ്റവും കൂടുതൽ എന്താണുള്ളത്? ഇരുമ്പാണുള്ളത്. ഇരുമ്പ്. നെക്സ്റ്റ്, എൻസൈമുകളും ആൻറ്റിബോഡികളും നിർമ്മിച്ചിരിക്കുന്നത് ഡാഷ് കൊണ്ടാണ്. എൻസൈമുകളും ആൻറ്റിബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഡാഷ് കൊണ്ടാണ്. ആൻസർ എന്താ വരിക? മാംസ്യങ്ങൾ കൊണ്ടാണ്. പ്രോട്ടീൻ, മാംസ്യം കൊണ്ടാണ് എൻസൈമുകളും ആൻറ്റിബോഡികളും നിർമ്മിച്ചിരിക്കുന്നത്. എൻസൈം എന്ന് പറയുമ്പോൾ രാസാഗ്നിയാണ് അല്ലേ. ഒരു പ്രവർത്തനത്തെ ഉദ്ദീപിക്കുന്ന രാസാഗ്നികൾ എൻസൈമുകളാണ്. ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ഏതെങ്കിലും രോഗാണു കയറുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് ആൻറ്റിബോഡീസ്. ആൻറ്റിജനെതിരെ പ്രവർത്തിക്കുന്നവരാണ് ആൻറ്റിബോഡീസ്. ഇതെല്ലാം എന്ത് തന്നെയാണ്? പ്രോട്ടീനുകളാണ്, മാംസ്യമാണ്. എൻസൈമുകളും ആൻറ്റിബോഡികളും നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീനുകൾ, മാംസ്യം കൊണ്ടാണ്. ഇനി സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ്? ജലമാണ്. സാർവിക ലായകം ആരാണ്? ജലമാണ് സാർവിക ലായകം എന്ന് പറയാം. ഇനി അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ആരാണ്? അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നത് ആരാണ്? അതാണ് ഏത് കവചമാണ്? ഓസോൺ കവചം അല്ലേ. ഓസോണാണ്. അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന ആരാണ്? ഓസോണാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെൻസിലിൻ ഉപയോഗിക്കുന്നത്
പെൻസിലിൽ ഉപയോഗിക്കുന്നത് എന്താണ്? പെൻസിലിൽ കാണുന്നത് എന്താണ്? ആൻസർ ഗ്രാഫൈറ്റ് അല്ലേ. എഴുതാൻ ഉപയോഗിക്കുന്ന പെൻസിൽ കാണുന്നത് എന്താണ്? ഗ്രാഫൈറ്റ് ആണ്. ഇനി പാസ്കൽ ഏതിൻ്റെ യൂണിറ്റാണ്? പാസ്കൽ ഏതിൻ്റെ യൂണിറ്റാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? മർദ്ദം. പാസ്കൽ ഏതിൻ്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നുണ്ട്? മർദ്ദമാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലസവാതകം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലസവാതകം അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രോമിനാണ് അല്ലാത്തത്. ബാക്കി ആർഗൺ, ക്രിപ്റ്റൺ, നിയോണൊക്കെ എന്താണ്? അലസവാതകങ്ങൾ ആണ്. ബ്രോമിനാണ് അലസവാതകം അല്ലാത്തത്. ബ്രോമിനാണ് എന്ത്? അലസവാതകം അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യക്കാരിൽ ദേശീയ വികാരം ജനിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ സംഘടിക്കുന്നതിനുമായി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യക്കാരിൽ ദേശീയ വികാരം ജനിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സംഘടിക്കുന്നതിനുമായി ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ എന്താ വരിക? ആൻസർ ഏതാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ ഓർത്താൽ മതി അല്ലേ? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ അസോസിയേഷൻ ഏതാണ്? സുരേന്ദ്രനാഥ് ബാനർജി. അടുത്തത്, ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന കർഷക കലാപം നടന്ന സ്ഥലം. ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം. കർഷക കലാപം നടന്ന സ്ഥലം ഏതാണ്? ഏതാണിത്? മധുരയാണ് ദേവി സിംഗിൻ്റെ നേതൃത്വത്തിൽ കർഷക കലാപം നടന്ന സ്ഥലം. കർഷക കലാപം നടന്ന സ്ഥലം എവിടെയാണ്? മധുരയാണ്. നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നതിന് നിയമനിർമ്മാണ സഭകളെ ഉപയോഗിക്കുന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്വരാജ് പാർട്ടിയുടെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. സ്വരാജ് പാർട്ടിയുടെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സ്വരാജ് പാർട്ടിയുടെ നേതാവായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്ന് ചോദിച്ചാൽ CR ദാസ്. സ്വരാജ് പാർട്ടിയുടെ നേതാവായിരുന്ന ആരാണ്? CR ദാസ് ആണ് സ്വരാജ് പാർട്ടിയുടെ നേതാവ്. ഇനി, ഇന്ത്യൻ പതാക സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ഇന്ത്യൻ പതാക സ്വാതന്ത്ര്യത്തിന് മുൻപ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ്? ആൻസർ ഏതാണ്? മാഡം കാമയാണ് ആദ്യം പതാക ഉയർത്തിയത് സ്വാതന്ത്ര്യത്തിന് മുൻപ്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം. പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ലാഹോർ അല്ലേ. പൂർണ്ണ സ്വരാജ് ലാഹോറാണ്. അടുത്തത്, ആത്മോപദേശ ശതകം എന്നത് കേരളത്തിലെ നവോത്ഥാന നായകരിൽ ആരുടെ കൃതിയാണ്? ആത്മോപദേശ ശതകം എന്നത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ അല്ലേ ആരുടെ കൃതിയാണ്? ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ആൻസർ ഏതാണ്? ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു. ശതകമാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു. ഇനി അടുത്തത്, ഐക്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമപന്തി ഭോജനവും കിണറുകളുടെ നിർമ്മാണവും പ്രോത്സാഹിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. മുന്തിരിക്കിണർ എന്നൊക്കെ പറയുമ്പോഴേ ആൻസർ വരും അല്ലേ. ആൻസർ ഏതാണ്? വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം, മുന്തിരിക്കിണർ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമപന്തി ഭോജനം, മുന്തിരിക്കിണർ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അടുത്തത് വരുന്നത്, നെക്സ്റ്റ് വൺ വരുന്നത് ഏതാണെന്ന് അറിയാം. ഇവിടെ 103 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഓക്കെ. ആകാശത്തിൻ്റെ നിലനിർത്തലിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ആകാശത്തിൻ്റെ നിലനിർത്തലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? വിസരണമാണ് ആൻസർ കേട്ടോ. ഏതാണ് ആൻസർ? വിസരണമാണ് ആൻസർ. വിസരണമാണ്. നിലനിർത്തലിന് കാരണം എന്താണ്? വിസരണമാണ്. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും ആറ്റമുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. അടുത്തത്, സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഥിതവൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്കോപ്പാണ്. ഏതാണ്? ഇലക്ട്രോസ്കോപ്പാണ്. ഇനി, ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? സിങ്കാണ്.
സിങ്കാണ് ഗാൽവനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഹം. ഇനി ചിലി സാൾട്ടിപ്പീറ്ററിൻ്റെ രാസനാമം എന്താണ്? ചിലി സാൾട്ടിപ്പീറ്ററിൻ്റെ രാസനാമം എന്താണ്? ചിലി സാൾട്ടിപ്പീറ്ററിൻ്റെ രാസനാമം എന്താണ് എന്ന് ചോദിച്ചാൽ സോഡിയം നൈട്രേറ്റ് ആണ്. എന്താണ്? സോഡിയം നൈട്രേറ്റ് ആണ്. സോഡിയം നൈട്രേറ്റ് ആണ്. ജേക്കബ്സൺസ് ഓർഗൻ എന്ന ഏത് ജീവിയുടെ ജ്ഞാനേന്ദ്രിയമാണ്? ജേക്കബ്സൺസ് ഓർഗൻ ഏത് ജീവിയുടെ ജ്ഞാനേന്ദ്രിയമാണ്? ജേക്കബ്സൺസ് ഓർഗൻ ഏതിൻ്റെയാണത്? പാമ്പിൻ്റെയാണ്. പാമ്പാണ് ജേക്കബ്സൺസ് ഓർഗൻ. എന്തിൻ്റെയാണ്? പാമ്പിൻ്റെ ജ്ഞാനേന്ദ്രിയമാണ്. ജ്ഞാനേന്ദ്രിയം. ഓക്കെ. സാൾട്ട് പീറ്ററാണ് നൈട്രേറ്റ്, സോഡിയം നൈട്രേറ്റ്. സോഡിയം പീറ്റർ നൈട്രേറ്റ്. സോഡിയം പീറ്റർ നൈട്രേറ്റ്. സാൾട്ട് പീറ്റർ സോഡിയം നൈട്രേറ്റ്. നെക്സ്റ്റ് വൺ, മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ. മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണ്? ചെടി മറിഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് അല്ലേ വീണ്ടും മുകളിലേക്ക് വളഞ്ഞു വരാറുണ്ടല്ലോ. ഏത് ഹോർമോണാണ് പ്രവർത്തിക്കുക? ആൻസർ എന്താണ്? ഓക്സിനുകൾ. എന്താണ്? ഓക്സിൻ. അതിൻ്റെ ടിപ്പ് ഭാഗം, അതിൻ്റെ അഗ്രഭാഗം മുകളിലേക്ക് വളരാറുണ്ട്. ഓക്കെ, അതാണ് ഓക്സിനുകൾ. ഇനി കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്ന് ലഭിക്കുന്ന മിച്ച ഊർജ്ജത്തിൻ്റെ അളവ് എന്താണ്? മിച്ച ഊർജ്ജത്തിൻ്റെ അളവ് എന്താണ്? എത്രയാണ്? 30 ATP ആണ്. ഒരു കോശശ്വസനത്തിൻ്റെ ഫലമായി ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും ലഭിക്കുന്ന മിച്ച ഊർജ്ജം അല്ലേ, ബാക്കി ഊർജ്ജം എത്രയാണ്? 30 ATP ആണ്. നെക്സ്റ്റ് വൺ, ആൺപെൺ ജീവികളിൽ ക്രോമസോം സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ജീവിവർഗം ഏതാണ്? ആൺപെൺ ജീവികളിൽ ക്രോമസോം സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഇതെവിടെയാണ്? ആൻസർ തേനീച്ചയാണ്. ഇനി സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത കോശാംഗം ലൈസോസോം. സസ്യകോശം ലൈസോസോം ഇല്ല. സസ്യകോശങ്ങളിൽ ലൈസോസോം ഇല്ല. ഓക്കെ. നെക്സ്റ്റ് വൺ, ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന പ്രധാനമന്ത്രി അല്ലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ആൻസർ ഏതാണ്? റാംസേ മാക്ഡൊണാൾഡ് അല്ലേ. ഒന്നാം വട്ടമേശത്തിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? റാംസേ മാക്ഡൊണാൾഡ്. അതായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓക്കെ. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസേ മാക്ഡൊണാൾഡ്. റാംസേ മാക്ഡൊണാൾഡ് ആണ് എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇല്ലേ ഇന്ത്യക്കാരെ കൂടെ ഉണ്ടായിരുന്നത്. ഓക്കെ. ഇനി ജാതിക്കുമ്മി എന്ന കൃതിയുടെ രചയിതാവ്. ജാതിക്കുമ്മിയൊക്കെ അറിയാമെന്നല്ലേ, പണ്ഡിറ്റ് കറുപ്പൻ അല്ലെ, കുമ്മി കറുപ്പൻ. ഇനി ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതാരാണ്? ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതാരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെ. ഇന്ത്യക്കാർക്ക് ദയാനന്ദ സരസ്വതിയാണ്. ഇനി വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? സ്വദേശാഭിമാനി പത്രം. മൗലവി സ്വദേശാഭിമാനി. മൗലവി അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം. ഇനി 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഏതാ വരിക? VD സവർക്കറാണ്. ഇനി മിശ്രഭോജനം ആരുടെ നേതൃത്വത്തിൽ നടക്കുന്നത്? മിശ്രഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരനാണ് മിശ്രം കേട്ടോ. സഹോദരനാണ് മിശ്രം. സഹോദരനാണ് മിശ്രം. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ഇനി വരുന്നത് 1942 കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? കിറ്റ് ഇന്ത്യ പ്രമേയം ജവഹർലാൽ നെഹ്റുവാണ്. 1942 കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ് അല്ലേ. പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. 1942 കിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം. അരുവിപ്പുറം എന്ന് പറയുമ്പോൾ ആരാണ് വരിക അവിടെ? ശ്രീനാരായണ ഗുരു അല്ലേ. പ്രതിഷ്ഠ നടത്തിയ വർഷം ആരാണ്? എന്നാണ്? 1888 അല്ലേ. പ്രതിഷ്ഠ ഇല്ലേ. പ്രതിഷ്ഠയ്ക്കകത്ത് ഇഷ്ടയുണ്ട്. ഇവിടെ ഇഷ്ട എല്ലാം അവിടെ കൂട്ടി വട്ടം തൊട്ടം 8 പോലെ അങ്ങ് നോക്കി. എത്ര 8 3 8 അല്ലേ. 1888. അരുവിപ്പുറം പ്രതിഷ്ഠ 18. ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്ന് കൂടി ഓർക്കുക. നെക്സ്റ്റ് വൺ, ആത്മവിദ്യാസംഘത്തിലെ സ്ഥാപകൻ. ആത്മവിദ്യാസംഘം ആരാണത്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായ വർഷം.
ഇന്ത്യൻ അസോസിയേഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1876 ഇന്ത്യൻ അസോസിയേഷൻ 1876 അസോസിയേഷൻ 76. ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേര്. ഒരു ധാതുവിൻ്റെ അർത്ഥമോ രൂപമോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി അതിന് പിന്നിൽ ചേർക്കുന്ന ധാതുവിന് പറയുന്ന പേര് എന്താണ്? അനുപ്രയോഗം. ഇത് മലയാളമാണ് കേട്ടോ. അനുപ്രയോഗം എന്ന് പറയും. ഇനി ഗുരുക്കൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? ഗുരുക്കൾ പൂജക ബഹുവചനം. ഗുരുക്കൾ ഏതാണ്? പൂജക ബഹുവചനത്തിലാണ് വരുന്നത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതാണ്? കുളിപ്പിക്കുന്നു. പ്രയോജക ക്രിയ ഏതാണ്? കുളിപ്പിക്കുന്നുവാണ് പ്രയോജക ക്രിയ. കുളിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രയോജക ക്രിയ. ത്രിമധുരം എന്ന പദത്തിൻ്റെ സമാസം എന്താണ്? ത്രിമധുരം എന്ന പദത്തിൻ്റെ സമാസം എന്താണ്? ദിഗു സമാസം. ത്രിമധുരം ദിഗു സമാസത്തിൽ വരുന്നു. ദ്വിമധുരം ത്രിഗു സമാസത്തിൽ വരുന്നു. ഇനിയുള്ളത് ആത്മബോധത്തിൽ നിന്നുണർന്ന ജനതയുടെ ഈ പോർഷൻസ് 105 കേട്ടോ. ബാക്കി വരുന്നത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ വന്നതാണ്. നെക്സ്റ്റ്, ആത്മബോധത്തിൽ നിന്നുണർന്ന ജനതയുടെ സാംസ്കാരിക നവോത്ഥാനമായ ആത്മഹത്യാ സംഘം സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? നവോത്ഥാന സംഘം, ആത്മഹത്യാ സംഘം നമ്മൾ മുമ്പേ കണ്ടതല്ലേ, വാഗ്ഭടാനന്ദ് അല്ലേ. ക്വസ്റ്റ്യൻ മാറ്റി ഒന്ന് വിട്ടിട്ടേ ഉള്ളൂ. നെക്സ്റ്റ്, ഹരിജനങ്ങളുടെ അഭിവൃദ്ധിക്കായി അയ്യങ്കാളി രൂപം കൊടുത്ത സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം. സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട വർഷം 1905. 1905 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ടത്. 1905 സാധുജന പരിപാലന സംഘം. ഓക്കെ. കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഭാഗമായി 1914 രൂപം കൊണ്ട നായർ സർവീസ് സൊസൈറ്റി അല്ലേ, ഇവിടെ ആദ്യ പ്രസിഡൻ്റായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. നായർ സർവീസ് 14 രൂപം കൊണ്ട നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? കെ കേളപ്പൻ. 14 അല്ലേ. 1914 രൂപം കൊണ്ട നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ്, NSSൻ്റെ പ്രസിഡൻറ്റ് അല്ലേ, നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റ് ആരായിരുന്നു? കെ കേളപ്പൻ ആയിരുന്നു. ഇനി അൽഫോൺസ് അച്ഛൻ എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? അൽഫോൺസ് അച്ഛൻ അല്ലേ എന്ന കഥാപാത്രം ഏത് നോവലിൽ നിന്നാണ്? ദൈവത്തിൻ്റെ വികൃതികൾ. ആര് കാണാൻ പറ്റും? അൽഫോൺസ് അച്ഛനെ കാണാൻ പറ്റും. ഇനി തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. തിക്കൊടിയൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നുണ്ട് പി കുഞ്ഞനന്ദൻ നായർ. തിക്കൊടിയൻ ആരാണ്? പി കുഞ്ഞനന്ദൻ നായർ. കേട്ടോ. ഇനി കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. കേരള വാൽമീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കേരള വാൽമീകി ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ മേനോൻ. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് കേരള വാൽമീകി. ഓക്കെ. കേരള വാൽമീകി അപ്പോൾ ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അടുത്തത് 2014 വയലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി. 2014 വയലാർ അവാർഡ് നേടിയ സാഹിത്യകൃതി ആരാണ്? ആരാച്ചാർ. 2014 കേട്ടോ. ഇനി മനുഷ്യരാമുഖം എന്ന നോവലിൻ്റെ കർത്താവ്. മനുഷ്യരാമുഖം ആരായിരുന്നു? അത് സുഭാഷ് ചന്ദ്രൻ കേട്ടോ. സുഭാഷ് ചന്ദ്രനാണ് മനുഷ്യരാമുഖം. സുഭാഷ് ചന്ദ്രൻ. നെക്സ്റ്റ് വരുന്നത് മലയാളം പോർഷൻസാണ്. താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ഓപ്ഷൻസ് വരുന്നത് SK പൊറ്റക്കാട്, OV വിജയൻ, ONV കുറുപ്പ്, MD വാസുദേവൻ നായർ. ഇവരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത സാഹിത്യകാരൻ ആരാണെന്നാണ് ചോദ്യം വന്നേക്കുന്നത്. ആൻസർ ഏതാണ് വരിക? ആരാണ്? OV വിജയനാണ് കേട്ടോ. വിജയൻ. നെക്സ്റ്റ് വൺ, ശരിയായ പദം ഇതിലേതാണ്? ഏതാവാം?
സി ആവാം അല്ല, അജാനുബാഹു സി ആവാം. നെക്സ്റ്റ് വരുന്നത് സി ആണ്. ശരിയായ വാക്യം ഇതിലേതാണ്? അല്ലേ, മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ചു. അവൻ സ്വയം ആത്മഹത്യ ചെയ്യില്ല. സമ്മേളനത്തിൽ ഏകദേശം 1000-ഓളം പേർ പങ്കെടുത്തു. ബുദ്ധിയും സൗന്ദര്യവും വ്യക്തിത്വമുള്ളതുമായ നായകൻ. ഇതിൽ ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം ഏത് വരും? മണ്ണിടിച്ചിലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിച്ചു അല്ലേ. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ അർത്ഥവിരാമം എന്ന ചിഹ്നം പ്രയോഗിച്ചിരിക്കുന്ന വാചകം, അർത്ഥവിരാമം എന്ന ചിഹ്നം പ്രയോഗിച്ചിരിക്കുന്ന വാചകം ഏതാണ്? ഇതിൽ ഓപ്ഷൻ ബി ആണ്, കണ്ണീരുണങ്ങാത്ത ഫ്രാൻസ്. അല്ലല്ല, കുത്ത് കോമ മൗനം ആചരിച്ച് ലോകം. നെക്സ്റ്റ് വൺ, കരിമിഴി കുരുവി എന്ന പദം ഏത് സമാസത്തിന് ഉദാഹരണമാണ്? കരിമിഴി കുരുവി എന്ന പദം ഏത് സമാസത്തിന് ഉദാഹരണം കിട്ടുന്നുണ്ട്? രൂപക സമാസം. ഏതാണ്? രൂപക സമാസം. കരിമിഴി കുരുവി എന്ന് പറയുമ്പോൾ രൂപക സമാസമാണ് അവിടെ കാണാൻ കഴിയുക. ഇനി ശരിയായ പദം ഏതാണ്? അല്ലേ, ഇവിടെ പരിണിത പ്രജ്ഞൻ. ഇതാണ് വാക്യം. ആദേശസന്ധിക്ക് ഉദാഹരണം എന്ന് പറയാം. ഏതാണ് കൊടുക്കുക ഇവിടെ? വെണ്ണീർ അല്ലേ, ആദേശസന്ധി. വെണ്ണീർ പഠിച്ചിട്ടുള്ള വെണ്ണീർ അല്ലേ, വെണ്ണീറാണ് ആദേശസന്ധി. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ തീ എന്ന അർത്ഥം വരാത്ത പദം, തീ എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അർത്ഥം വരാത്ത പദം ഏതാണ്? അനിലൻ അല്ലേ, ഇതാണ് ആൻസർ. അനിലൻ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് വൺ, തഥ്യത്തിന് ഉദാഹരണമല്ലാത്ത പദം വേടനാണ്. ആൻസർ വേടൻ. ഓപ്ഷൻ ബി ആണ്. താഴെ പറയുന്നവയിൽ നിർദ്ദേശിക വിഭക്തിക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഭൂമി എന്ന അമ്മ. അടുത്തത്, ശരിയായ പദം ഏതാണ്? ശരിയായ പദം ഇവിടെ ഏതാ ഒരു ജലത എന്നുള്ളതാണ് ശരിയായ പദം. ഓക്കെ. ഇനി ടു ഗീവ് അപ്പ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം, ടു ഗീവ് അപ്പ് പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കുക എന്നാണ് ടു ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ. ഉപേക്ഷിക്കുക, ടു ഗീവ് അപ്പ് ഉപേക്ഷിക്കുക. കൺട്രി കസിൻസ് എന്ന പ്രയോഗം ഉദ്ദേശിക്കുന്നത്, കൺട്രി കസിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടണത്തിലെ രീതികൾ പരിചയമില്ലാത്ത ആൾ, കൺട്രി കസിൻസ്. ഇനി എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക്. എ ബുക്ക് ദാറ്റ് ഈസ് ഷട്ട് ഈസ് ബട്ട് എ ബ്ലോക്ക് എന്ന ശൈലിയുടെ ശരിയായ മലയാള രൂപം എന്താണ്? ഒരു കണ്ണുണ്ടായാൽ പോരാ കാണണം. കണ്ണുണ്ടായാൽ പോരാ കാണണം. എ ബുക്ക് ഈസ് ദാറ്റ് ഈസ് ഷട്ട്, ബുക്ക് അടച്ചു വെച്ചു. ഈസ് ബട്ട് എ ബ്ലോക്ക്, വീണ്ടും ഒരു ബ്ലോക്ക്, അതൊരു ബ്ലോക്കും കൂടിയാണ് അല്ലേ. കണ്ണുണ്ടായാൽ പോരാ കാണണം. ഇനി വൺ ഗുഡ് മദർ ഈസ് വർത്ത് 100 സ്കൂൾ മാസ്റ്റേഴ്സ്. വൺ ഗുഡ് മദർ ഈസ് വർത്ത് 100 സ്കൂൾ മാസ്റ്റേഴ്സ് എന്ന വാചകത്തിൻ്റെ മലയാളം എന്താണ് അല്ലേ? അത് കിട്ടുന്നുണ്ട്, ഈസി ആയിട്ട് കിട്ടും അല്ലേ. ഒരു നല്ല അമ്മ 100 അധ്യാപകരുടെ വിലയുള്ളതാണ്. നെക്സ്റ്റ് പോർഷൻ വരുന്നത് 103 പോർഷനാണ് വരിക കേട്ടോ. ഇനി ഇംഗ്ലീഷ് പാർട്ടാണ്. ഷീ റെസ്പോണ്ടഡ് ടു ഹിം അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, മീനിങ് ക്ലോസ് ടു ദി ഇഡിയം അണ്ടർലൈൻഡ്. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്നതിന് അണ്ടർലൈൻ ചെയ്തേക്കുന്നതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇതാണ്, ഇൻസ്റ്റൻ്റ്ലി. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഇൻസ്റ്റൻ്റ്ലി എന്ന ആൻസർ. ഇതാണ് അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് മീൻസ് ഇൻസ്റ്റൻ്റ്ലി. ഇനി ഫൈൻഡ് ദ ഓഡ് മാൻ ഔട്ട്, ഇത് അതറിസസ്, സ്പിൻസ്റ്റർ, പോയറ്റസ്, ബ്രൈഡ് ഗ്രൂം. ഇതിൽ ഓഡ് വൺ ഔട്ട് ചെയ്യാനാണ് ആൻസർ. ബ്രൈഡ് ഗ്രൂം ആണ് ആൻസർ വരിക. നെക്സ്റ്റ് വൺ, രാജൂസ് ഫ്രണ്ട് ഈസ് എ ബോണഫൈഡ് എക്സ്പേർട്ട് ഇൻ ഇംഗ്ലീഷ്. ഇനി ദ മീനിങ് ഓഫ് ദി ഫോറിൻ വേർഡ് അണ്ടർലൈൻഡ്. ബോണഫൈഡ് ആണ് അവിടെ ഫോറിൻ വേർഡ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ അതിൻ്റെ മീനിങ് എന്താണ്? ബോണഫൈഡിൻ്റെ മീനിങ് എന്താണ്? ആൻസർ എന്താണ്? ജെനുവിൻ. ബോണഫൈഡ് എന്താണ്? ജെനുവിനാണ്. ബോണഫൈഡ് ജെനുവിൻ. ഇനി സിനോണിം ഓഫ് ദി വേർഡ് ഗ്യൂലി, GUILE, ഗ്യൂലിയോ അല്ലേ. അതിൻ്റെ മീനിങ് സിനോണിം എന്താണ്? സിനോണിം എന്താണ്? കണ്ണിങ്. ഗ്യൂലി കണ്ണിങ് അല്ലേ.
കണ്ണിങ്. ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഹൈൻഡർ, ആൻറ്റോണിം ഹെൽപ്പ്, ആൻറ്റോണിം അതിൻ്റെ ഓപ്പോസിറ്റ് ഹെൽപ്പാണ്. ദേ കനോട്ട് ഗോ എലോങ് വിത്ത് ഹർ, ഗോ എലോങ് വിത്ത് ഹർ, ഗോ എലോങ് വിത്ത് വരുമ്പോൾ എന്താണ്? എഗ്രി ആണ് വരിക. ഗോ എലോങ് വിത്ത് എഗ്രി, ഗോ എലോങ് വിത്ത് എഗ്രി ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്, നോട്ട് എ കോമ്പൗണ്ട് വേർഡ്, നോട്ട് എ കോമ്പൗണ്ട് വേർഡ്. ഇതിലേതാണ്? ഫോർഗെറ്റ്, അതാണ് കോമ്പൗണ്ട് വേർഡ് അല്ലാത്ത. ബാക്കി ലെഫ്റ്റ് ടൈം രണ്ടെണ്ണം അല്ലേ. വാട്ട് അവർ പ്ലേ ഗ്രൗണ്ട്, ഇതാണ് അല്ലാത്തത്. സി ആണ് ആൻസർ. ഇനി ദ മിസ്പെൽറ്റ് വേർഡ് എമംഗ് ദ ഫോളോയിങ്, മിസ്പെൽറ്റ് വേർഡ് എമംഗ് ദി ഫോളോയിങ് ഏതാണ് വരിക? ഇവിടെ അക്വം അല്ലേ, CCU എന്നുള്ള അക്വം. സൈക്കോളജി ശരി, ക്യാമ്പയിൻ ഡയറിയും ശരി. ഡാഷ് വൺ ഹൂ ഹോപ്സ് ഫോർ ദി ബെസ്റ്റ്, ഡാഷ് വൺ ഹൂ ഹോപ്സ് ഫോർ ദി ബെസ്റ്റ് ആൻസർ ദ ഒപ്റ്റിമിസ്റ്റ്, അതിൻ്റെ വാക്യം. ഒപ്റ്റിമിസ്റ്റ് ആണ് ആര്? വൺ ഹൂ ഹോപ്സ് ഫോർ ദി ബെസ്റ്റ്, ഒപ്റ്റിമിസ്റ്റ്. ഹൂ ഹോപ്സ് ഫോർ ദി ബെസ്റ്റ് ആണ് ഒപ്റ്റിമിസ്റ്റ്. ഒപ്റ്റിമിസ്റ്റ് ഹോപ്സ് ഫോർ ദി ബെസ്റ്റ് ആണ് ഒപ്റ്റിമിസ്റ്റ്. ടീച്ചർ അഡ്വൈസ്ഡ് ഹെർ സ്റ്റുഡൻസ് നോട്ട് ടു ഡാഷ്, ഇതാണ് ലൈ, കള്ളം പറയണ്ടേ അല്ലേ. നോട്ട് ടു ലൈ. നെക്സ്റ്റ് വൺ വരുന്നത് തിരിച്ചു കൊടുത്തു. ഓക്കെ. ദ മാൻ ഡാഷ് ത്രൂ ദ സ്റ്റോൺ ലെഫ്റ്റ് ദ പ്ലേസ്, ദ മാൻ ഡാഷ് ത്രൂ ദ സ്റ്റോൺ ലെഫ്റ്റ് ദ പ്ലേസ്. ഹൂം ആണോ, ദാറ്റ് ആണോ, ഹൂ ആണോ, വേർ ആണോ ആൻസർ വരിക? ആൻസർ ഇതാണ് ഹൂ. ദ മാൻ ഹൂ ത്രോ ദ സ്റ്റോൺ ലെഫ്റ്റ് ദ പ്ലേസ്. ദ മാൻ ഹൂ എന്ന് പഠിച്ചങ്ങനെ വെച്ചേക്കണം. ദ മാൻ ഹൂ ത്രോ ദ സ്റ്റോൺ ലെഫ്റ്റ് ദ പ്ലേസ് അല്ലേ. ദ മാൻ വന്നുകൊണ്ട് ഹൂ വന്നു നോക്കാം. നെക്സ്റ്റ് ദ ന്യൂസ് ഡാഷ് നോട്ട് ഗുഡ് ടു പാസ്, ദ ന്യൂസ് ഡാഷ് നോട്ട് ഗുഡ് ടു പാസ് ഏതാണ് വരിക? ഈസ്. ദ ന്യൂസ് ഈസ് നോട്ട് ഗുഡ് ടു പാസ്. അടുത്തത് ദ dashed boy in the row is rebuked by the teacher. The dashed boy in the row is rebuked by the teacher. Rebuked by the teacher. Last boy. The last boy in the row. The last boy in the row. The last boy in the row is rebuked by the teacher. Later latest ഒന്നുമല്ല, the last boy. I am not prepared to write the examination. ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ. I am not prepared to write the examination. അവിടെ ആര് വരും? ആൻസർ ആമൈ. ഇതാണ് ആമൈ അല്ലേ. നോട്ടൊക്കെ കൊണ്ടിട്ട് പോവേണ്ട. ആമൈ. നെക്സ്റ്റ് ഡാഷ് ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. ഡാഷ് ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ് ഏതാണ്? ദ ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ് അല്ലേ. ദ ബൈബിൾ. മൈ ഫാദർ ഡാഷ് ഹോം വെൻ ഐ റീച്ച്ഡ് ദെയർ. മൈ ഫാദർ ഡാഷ് ഹോം വെൻ ഐ റീച്ച്ഡ് ദെയർ. ഹാഡ് ലെഫ്റ്റ് അല്ലേ. അത് ആ ഒരു സെൻറ്റൻസ് ആണത്. മൈ ഫാദർ ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ് ദെയർ. ഹാഡ് ലെഫ്റ്റ് വെൻ ഐ റീച്ച്ഡ് ദെയർ. എത്തിയപ്പോഴേക്കും പോയി കഴിഞ്ഞു. വൺ ഓഫ് ദി പപ്പീസ് ഡാഷ് ഔട്ട് ഓഫ് ദി കനാൽ. വൺ ഓഫ് ദി പപ്പീസ് ഏതാ വരിക? ഗെറ്റ്സ് അല്ലേ. സിംഗുലർ വരും. വൺ ഓഫ് ദി പപ്പീസ് സിംഗുലർ. ഗെറ്റ്സ്. നെവർ ട്രൈ ടു റിലേ ഡാഷ് ഫോളിഷ് പീപ്പിൾ. നെവർ ട്രൈ ടു റിലേ ഡാഷ് ഫോളിഷ് പീപ്പിൾ. ഓൺ. ഇതാണ് ഓണാണ്. ഓൺ. നെവർ ട്രൈ ടു റിലേ ഓൺ. ഇനി അപ്പു സെറ്റ് മൈ ടീച്ചർ ഡ്രൂ ദ പിക്ചർ. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലേ. വേറൊരാൾ പറയുന്നതിലേക്ക് ആക്കാൻ. മൈ ടീച്ചർ ഡ്രൂ ദി പിക്ചർ എന്നുള്ളതിന് അപ്പു പറയുന്നതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ. ഏതാ ആൻസർ വരിക? അപ്പു സെഡ് ദാറ്റ് ഹിസ് ടീച്ചർ, മൈ ടീച്ചർ എന്നുള്ളത് ഹിസ് ടീച്ചറായി. അവൻ്റെ ടീച്ചർ അല്ലേ പറഞ്ഞു പിക്ചർ വരയ്ക്കാൻ. സെഡ് ദാറ്റ് ഹിസ് ടീച്ചർ ഹാഡ് ഡ്രോൺ ദ പിക്ചർ അല്ലേ. എൻ്റെ ടീച്ചറാണ് പിക്ചർ വരച്ചത്. അപ്പോൾ സെഡ് ദാറ്റ് ഹിസ് ടീച്ചർ ഹാഡ് ഡ്രോൺ ദ പിക്ചർ. മൈ ടീച്ചർ ഡ്രോ ദി പിക്ചർ. എൻ്റെ ടീച്ചർ പിക്ചർ ഡ്രോ ചെയ്തു അല്ലേ. അപ്പോൾ പറയുമ്പോൾ എന്തായി? അപ്പോൾ പറഞ്ഞു അവൻ്റെ ടീച്ചറാണ് ഇത് ഡ്രോ ചെയ്തത് അല്ലേ. അപ്പോൾ സെഡ് ദാറ്റ് ഹിസ് ടീച്ചർ ഹാഡ് ഡ്രോൺ ദ പിക്ചർ. ഇവിടെ ഹാർഡ് ഡ്രോൺ ഇവിടെ നോക്കണം അല്ലേ. ശരി. നെക്സ്റ്റ് വൺ ഹൂ ബ്രോക്സ് ദ ഗ്ലാസ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. ഹൂ ബ്രോക്സ് ദ ഗ്ലാസ് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ. ആൻസർ വരും ബൈ ഹൂം ദ ഗ്ലാസ് വാസ് ബ്രോക്കൺ. അല്ലേ.
ബൈ ഹൂം ദ ഗ്ലാസ് വാസ് ബ്രോക്കൺ. ആരാലാണ് ഗ്ലാസ് ബ്രോക്കൺ ചെയ്യപ്പെട്ടത്? നെക്സ്റ്റ്, ഐ ആം വെരി സിൻസിയർ ഇൻ മൈ വർക്ക്. ഐ ആം വെരി സിൻസിയർ ഇൻ മൈ വർക്ക്. ഏതാ എൻ്റെ ആൻസർ? ഐ ആം വെരി സിൻസിയർ ഇൻ മൈ വർക്ക്. അല്ലേ, ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ് അവിടെ അല്ലേ. ഏതാ ആൻസർ വരുന്നത്? ആറിൻറ്റ് ഐ. ഏതാ ആൻസർ വരിക? ആറിൻറ്റ് ഐ അല്ലേ. ഇവിടെ മൈ വന്നു, അപ്പോൾ നോട്ടില്ല അല്ലേ. ആർ നോട്ട് ഐ എന്ന് വരും, ആറിൻറ്റ് ഐ എന്നേ വരത്തുള്ളൂ അല്ലേ. ആറിൻറ്റ് ഐ. ഓക്കെ, ആറിൻറ്റ് ഐ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ടാഗ്. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. ഏതാണ്? QUEUE. QUEUE ആണ് കറക്റ്റ് സ്പെൽറ്റ് വേർഡ്. നെക്സ്റ്റ്, റോഷൻ ഹാസ് ബീൻ വാച്ചിങ് TV -2 hours. റോഷൻ ഹാസ് ബീൻ വാച്ചിങ് TV -2 hours. -2 hours. ഏതാണത്? 2 hours. 4 വന്നിട്ടാണ് 2 hours അല്ലേ. 2 hours വന്നുകൊണ്ടാണ് 4 വന്നേക്കുന്നത് അവിടെ. നെക്സ്റ്റ് വന്നത്, വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഡാഷ് മാരീഡ്. വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഡാഷ് മാരീഡ്. ഈസ് അല്ലേ. വൺ ഓഫ് മൈ സിസ്റ്റേഴ്സ് ഈസ് മാരീഡ്. ഹീ ഈസ് ഡാഷ് MLA ഫ്രം കർണാടക. ഹീ ഈസ് ഡാഷ് MLA ഫ്രം കർണാടക. ആൻഡ് ദ എ ഏതാ വരിക എന്നുള്ളതാണ്. ഹീ ഈസ് ആൻ MLA ഫ്രം കർണാടക. ഹീ ഈസ് ആൻ MLA ഫ്രം കർണാടക. നെക്സ്റ്റ് വൺ സ്പെഷ്യൽ കേസാണത്. ഇഫ് യു ഡാഷ് അപ്പ് ഏർലി യു കുഡ് സീ ദ സൺറൈസ്. ഇഫ് യു dash up early you could see the sunrise. Answer, walk. ഇനി choose the antonym of the word correct. choose the antonym of the word correct. ഇതാണ് incorrect. This is the car dash my father brought last week. which, where, whom, were ഇതാണ് ചേർക്കേണ്ടത്. This is the car പറഞ്ഞേക്കുന്നത് അല്ലേ. ഏത് ആൻസർ വരും? which. This is the car which my father brought last week. the car എന്നാണ് അല്ലേ. ഏത് കാർ ഒരു വസ്തുവാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, I cannot dash her behavior. I cannot അല്ല, ഫ്രേസ് ആണ് വരേണ്ടത് ഇവിടെ. ആൻസർ എന്താണ് പറയുന്നത്? put up with. I cannot put up with her behavior. അല്ലെ, ഒട്ടി യോജിക്കാൻ പറ്റില്ല. I cannot put up with her behavior. നെക്സ്റ്റ് വൺ, the weather today is അല്ലേ. weather today is dash than yesterday. വെദർ കാലാവസ്ഥ അല്ലേ. ടുഡേ ഈസ് ഡാഷ് ദൻ യെസ്റ്റർഡേ. എന്താ വരിക? വേഴ്സ്. വളരെ മോശമായിരുന്നു അല്ലേ. വേഴ്സ് ദാൻ അല്ലേ. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് അല്ലേ. വേഴ്സ് ദാൻ കമ്പാരിറ്റീവ് ഡിഗ്രി. വേഴ്സ് ദാൻ യെസ്റ്റർഡേ ആണ് വരിക. നെക്സ്റ്റ്, ഡാഷ് ഇംപ്രൂവ്സ് യുവർ നോളജ്. ഡാഷ് ഇംപ്രൂവ്സ് യുവർ നോളജ്. ഏതാ വരിക? റീഡിങ് ഇംപ്രൂവ്സ് യുവർ നോളജ്. റീഡിങ് അല്ലേ. റീഡിങ് വരുന്നു. ജെറൻഡ് ഫോം. പ്ലൂറൽ ഫോം ഓഫ് ദി വേർഡ് ഡേറ്റം. ഡേറ്റത്തിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഡേറ്റം. വൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് റോക്സ് ആൻഡ് സോയിൽസ് ഈസ് നോൺ ആസ്. വൺ ഹൂ സ്റ്റഡീസ് അബൌട്ട് റോക്സ് ആൻഡ് സോയിൽസ് ഈസ് നോൺ ആസ്. ഏതാണ്? ജിയോളജിസ്റ്റാണ്. റോക്സ് ആൻഡ് സോയിൽസ് ജിയോളജിസ്റ്റാണ്. ഇനി സിനോണിം ഓഫ് ദി വേർഡ് hatred ഈസ്. hatredൻ്റെ സിനോണിം ഏതാ വരിക? കണ്ടംപ്റ്റ്. hatred, സിനോണിമാണ്. ദി യങ് വൺ ഓഫ് കങ്കാരു. കങ്കാരുവിൻ്റെ യങ് വൺ ഓഫ് കങ്കാരു ഈസ്. കങ്കാരുവിൻ്റെ യങ് വൺ എന്താണ്? ജോയി അല്ലേ. ജോയി അല്ലേ. JOEY. അത് സ്പെഷ്യൽ സ്പെല്ലിംഗ് കൂടെ ഉണ്ടല്ലേ. കങ്കാരു അങ്ങനെ അതിനെ ഓർത്ത് വയ്ക്കാൻ പറ്റും. JOEY കങ്കാരു. യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. stay. You had better stay here. At 6s and 7s means. At 6s and 7s means എന്താണ് ആൻസർ വരിക? കൺഫ്യൂസ്ഡ് ആണ് അല്ലേ. എനിക്ക് വളരെ കൺഫ്യൂസ്. 6s and 7s എന്ന് വെച്ചാൽ കൺഫ്യൂസ്ഡ് ആണ്. വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ. വുഡ് യു മൈൻഡ് പിന്നെ ING ഫോമാണ് ചേർക്കുക. വുഡ് യു മൈൻഡ് കമ്മിങ് വിത്ത് മീ. വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ പിന്നെ ING ഫോമുള്ള വെർബാണ് ചേർക്കുക. വൈസ് വേഴ്സ മീൻസ് എന്താണ്? റിവേഴ്സ്ഡ് ആണ്. ഹാംലെറ്റ് ഡാഷ് ബൈ ഷേക്സ്പിയർ. ഹാംലെറ്റ് വാസ് റിട്ടൺ ബൈ ഷേക്സ്പിയർ. Okay, thank you for watching. Thank you and subscribe me.